ഇന്നിപ്പോൾ പല പ്രധാനപ്പെട്ട സഭാ നേതൃത്വത്തിലുള്ളവരും എന്ന് പറഞ്ഞു ഭരണഘടന സംരക്ഷിക്കപ്പെടണം, മതസ്വാതന്ത്ര്യം നിലനിർത്തപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ട നേതൃത്വമേ, സഭാ നേതൃത്വമേ, ഒരു ചോദ്യമുണ്ട് കേട്ടോ. ഈ രാജ്യത്തെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എഴുതി വെച്ചിരിക്കുന്ന രണ്ട് വാക്കുകളുണ്ട്. ഒന്ന്, ഇന്ത്യ സോഷ്യലിസ്റ്റ് രാജ്യമായിരിക്കണം, രണ്ട്, ഇന്ത്യ മതേതര രാജ്യമായിരിക്കണം. ഈ രണ്ട് വാക്കുകൾ എടുത്തു കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് RSSന്റെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള സുബ്രഹ്മണ്യം സ്വാമിയാണ് എന്ന് നിങ്ങൾ മറക്കരുത്. അതായത് മതേതരത്വം, സോഷ്യലിസം എന്നീ വാക്കുകൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് RSSന്റെ തിങ്ക് ടാങ്കായ സുബ്രഹ്മണ്യ സ്വാമി സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. എന്ന് മാത്രമല്ല, ഈ രണ്ട് വാക്കുകൾ ഇല്ലാത്ത ഭരണഘടനയുടെ കോപ്പികളാണ് രാജ്യം 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച വർഷം BJP രാജ്യത്തുടനീളം MP-മാർക്ക് സംഭാവനയായി നൽകിയത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ മതേതരത്വത്തോടുള്ള, മതസ്വാതന്ത്ര്യത്തോടുള്ള BJPയുടെ സമീപനം എന്ന് പറയുന്നത് വ്യക്തമാണ്, സ്പഷ്ടമാണ്, അത് പ്രഖ്യാപിതവുമാണ്. എന്ന് മാത്രവുമല്ല, RSSന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച സൈദ്ധാന്തികനായിട്ടുള്ള, ദാർശനികനായിട്ടുള്ള ഗുരുജി ഗോൾവാൾക്കർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് 3 ആഭ്യന്തര ശത്രുക്കൾ ഉണ്ട് എന്നാണ്. ആ 3 ആഭ്യന്തര ശത്രുക്കൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 1 കമ്മ്യൂണിസ്റ്റുകൾ, 2 മുസ്ലിങ്ങൾ, 3 ക്രിസ്ത്യാനികൾ. ഈ 3 വിഭാഗങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു രാജ്യവും ഒരു സംസ്കാരവും ഒരു ദേശീയതയുമാണ് സംഘപരിവാർ ഭാവന ചെയ്തിട്ടുള്ളത്. ഇതൊന്നും അറിയാൻ വയ്യാത്ത കാര്യങ്ങളല്ല, ഇതൊന്നും പുതിയ കാര്യങ്ങളുമല്ല. എന്നിട്ട് കൂടിയും വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് ക്രിസ്തീയ സഭ BJPയോട് ഐക്യപ്പെടുന്നത്? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആഗോള സാഹചര്യമാണ്. ആഗോള തലത്തിൽ ക്രിസ്ത്യൻ സമുദായം ഇന്ന് ഏത് സമുദായത്തെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അത് മുസ്ലിം സമുദായത്തെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയാണെങ്കിലും യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളാണെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിൽ ഇസ്രയേലിനോടൊപ്പമാണ്. അപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലാണ് ആഗോള തലത്തിൽ വലിയ ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കേരളത്തിലും ക്രിസ്ത്യാനികൾ എതിർ നിൽക്കേണ്ടത് ഹിന്ദുക്കളോടല്ല, മറിച്ച് മുസ്ലിങ്ങളോടാണ് എന്ന് വരുന്നു. ഇത്തരത്തിലൊരു സയനിസ്റ്റ് സമീപനം ക്രിസ്തീയ സമുദായത്തിന്റെ ഊതി കത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് കാസ വരും നാളുകളിൽ നേതൃത്വം കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മറ്റൊരു കാര്യം, അത് തീർത്തും പ്രാദേശികമാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ മുഖാമുഖം നിൽക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലല്ല, മറിച്ച് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലാണ്. അതിന് ഒരു സാമ്പത്തിക കാരണവും കൂടിയുണ്ട്. സാമ്പത്തിക മേഖലയിൽ വലിയ ആധിപത്യം മുസ്ലിം സമുദായത്തിന് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്ന ക്രിസ്തീയ സമുദായത്തെ മുസ്ലിം സമുദായത്തിനെതിരായിട്ട് തിരിച്ചുവിടാനുള്ള നീക്കവും ഉണ്ടാകുന്നുണ്ട്. നാർക്കോട്ടിക് ജിഹാദ് അടക്കമുള്ള പലതരത്തിലുള്ള ലവ് ജിഹാദുകളും മുസ്ലിം സമുദായത്തിനെതിരായിട്ട് ആക്ഷേപമായി ഉന്നയിക്കുന്ന സമുദായമായിട്ട് ക്രിസ്ത്യൻ സമുദായം മാറിയിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ ഈ വിഭജനത്തെ പരമാവധി മുതലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീമാർ തുറുങ്കിലടക്കപ്പെട്ടിരിക്കുന്നത്. ആ വിവാദം എന്ന് പറയുന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യം ഉയർത്തുന്നത് നിശ്ചയമായും കേരളത്തിലാണ്. അത് രാജ്യത്തൊരു വലിയ വാർത്തയല്ലാതിരുന്നിട്ട് കൂടിയും ഇന്ന് പാർലമെന്റിൽ അതിശക്തമായി MP-മാർ ഈ വിഷയം ഉന്നയിക്കുന്നത്, ഇന്ന് ഈ സംസ്ഥാനം വളരെ ശ്രദ്ധയോടുകൂടി ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഇതിന് ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളതാണ്. ആ ഇമ്പാക്ട് മനസ്സിലാക്കിക്കൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നവർ, അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നവർ, മതേതരത്വം രാജ്യത്ത് പുലരണം എന്ന് പറയുന്നവർ, രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കണം എന്ന് പറയുന്നവർ ഈ വിഷയത്തെ രാഷ്ട്രീയമായി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ സമീപനങ്ങളിൽ മാറ്റം വരുത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ഉയർത്തുന്നത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. സഭാ നേതൃത്വം അവരുടെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരുത്തുമോ എന്നുള്ളതാണ്.